ഭംഗിയായിട്ട് ഗൃഹപ്രവേശനം അങ്ങ് നടത്താം. എന്താ അച്ഛാ, എന്താ പ്രശ്നം? മക്കളോടെ ഉണ്ടായിരുന്നോ? ആ, എല്ലാരും ഉള്ളത് നന്നായി. അതെ, നിന്റെ അച്ഛനെ എനിക്ക് ലക്ഷങ്ങൾ തരാനുണ്ട്. അങ്ങേരോടെ ഞാൻ 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്നുകിൽ മര്യാദയ്ക്ക് ആ കാശ്, അല്ലെങ്കിൽ അങ്ങേരുടെ വളർത്തുമോള്. രണ്ടിനും പുള്ളിക്ക് പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പുള്ളിക്ക് കുറച്ച് സാവകാശം കൊടുത്തു. അതിനുള്ളിലും ബാധ്യത തീർത്തില്ല. ഇനി മക്കൾക്ക് പറയുന്നോണ്ട് വിരോധമൊന്നും തോന്നരുത്. ഞാനേ നിങ്ങളുടെ കൂടെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് ഇനി മുതൽ ഞാനും കാണും. അതൊന്നും ഇവിടെ പറ്റില്ല. ഇത് ഞങ്ങളുടെ വീടാ. ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ പോവാൻ നോക്ക്. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചോണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും ചവിട്ടി നട്ടല്ലൊടിച്ചോളെ. ഒന്നും ചെയ്യരുത് എന്റെ മോനെ. അവനെ വിടാൻ. എന്റെ കാശ് തന്ന് തീർക്കുന്നതുവരെ, ഞാനും താനുമായിട്ടുള്ള ഇടപാട് തീരുന്നതുവരെ ഗഗൻ ഇനി പൊറുതി ഇവിടെയാ. മനസ്സിലായോ? അതിനെ തടയാനോ ചോദ്യം ചെയ്യാനോ ആരെങ്കിലും വന്നാ അല്ല, എവിടെയോ തന്റെ മോള്? ഓ, പൂക്കടയിലാവും അല്ലേ? ഇത് അന്യായമാ അച്ഛാ. പോലീസിനെ വിളിക്കേ. വിളിക്കടേ, വിളിക്കേ. പോലീസിനെ വിളിക്കേ. നിന്റെ തന്തയോട് പറ. പോലീസ് വന്നാലേ സാമ്പത്തിക തട്ടിപ്പിന് നിന്റെ തന്ത ആദ്യം അകത്തു പോകും. എന്നാ പിന്നെ ഞങ്ങളങ്ങ് അകത്തോട്ട് കയറുവാണേ. വാ വിക്രമൻ ചേട്ടാ. ആ പിന്നെ ഇതുപോലെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇടയ്ക്ക് വരും. ബുദ്ധിമുട്ടാവരുത്. ആ വാ ചേട്ടാ. എന്താ അത്? നിങ്ങൾ ഇങ്ങനെ കല്ല് ഒഴുകിയത് പോലെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യേ മനുഷ്യ. ഇതെന്തൊരു വിധിയാ. ഇനി ഈ ദുഷ്ടൻ ഇവിടെ തന്നെയാണോ താമസിക്കാൻ പോന്നേ? ഈശ്വര, ഇതെങ്ങനെ സഹിക്കും? ആ വിക്രമ ചേട്ടാ, ഇത് വിശാലമായ മുറിയാ. നമുക്ക് ഇവിടെ കൂടാം. സാധനങ്ങളൊക്കെ എടുത്തു നോക്കി. അല്ല, അപ്പൊ ഈ മുറിയിലെ സാധനങ്ങളൊക്കെയോ? അത് നമുക്ക് വരാന്തലോട്ട് വല്ല മാറ്റാം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അതെ, ഈ മുറി മതി എനിക്ക്. ഇവിടെ ആകുമ്പോ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാ മുറിയിലോട്ട് എളുപ്പം കയറാനും ഇറങ്ങാനൊക്കെ ഇത് എളുപ്പമാ. ഇതൊക്കെ എന്റെ സാധനങ്ങളാ. അതെയോ? എന്നാ വേഗം ഇതൊക്കെ ഇവിടുന്ന് മാറ്റിക്കോ. അല്ലെങ്കിലേ ഞങ്ങളിത് വലിച്ചു വാരി മുറ്റത്തേക്കോ വരാന്തയിലേക്കോ ഇടും. നിങ്ങൾക്കാവുമ്പോ എവിടെയെങ്കിലും അടുക്കി സൂക്ഷിക്കാമല്ലോ. വേഗം 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 മാറ്റ്. നോക്കിക്കൊണ്ടിരിക്കാതെ ആ അലമാര ഉള്ളതൊക്കെ എടുക്ക്. മാറ്റി 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 ചെല്ല്. വേഗം എടുത്ത് മാറ്റ്. എന്താ എന്താ നിങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? ദേ, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ സംഗതി ആകെ വഷളാവും. അവനെ പോലൊരു ഫ്രോഡിനെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചാണ്ടല്ലോ, അതിന്റെ ചീത്തപ്പേര് എന്റെ മക്കൾക്കും കൂടിയായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ സുരേന്ദ്രട്ടാ. ഞാൻ എന്തു പറയാനാ? എന്തു മതി? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂലായിരിക്കും. പക്ഷെ പറ്റുന്ന ഒരാളുണ്ടല്ലോ, ദേവൂട്ടി. എന്റെ ഈശ്വര, ഇത്രയും നാളും അവളെ പോറ്റി വളർത്തിയതിന് ഇങ്ങനൊരു ഉപകാരം ചെയ്യാനെങ്കിലും അവളെ കൊണ്ട് തോന്നിപ്പിക്കണേ. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. ഇന്നെന്താ പ്രത്യേകമായി വഴിപാടോ പ്രാർത്ഥനയോ വല്ലതും ഉണ്ടോ? സന്ദീപിന്റെ അമ്മയ്ക്ക് വേണ്ടിയോ? അതെ വിദ്യമ്മേ, അമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടി ദേവീട്ടിയുടെ വകയായി ഇന്ന് പ്രത്യേക വഴിപാടും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അത് കൊള്ളാലോ. നിന്നെ ശത്രുപക്ഷത്ത് നിന്ന് കാണുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ നീ മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. അതേതായാലും നന്നായി. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഗുണം അനുഭവിക്കുന്നവർ നിന്റെ മനസ്സ് കാണാതെ പോകുന്നതിലുള്ള സങ്കടേ ഉള്ളൂ എനിക്ക്.
പറഞ്ഞത് ശരിയാ. അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ വന്നിട്ട് ആർക്കും ഒരു ആപത്തോ അസുഖവും വരരുതെന്ന എന്റെ ആഗ്രഹം. സ്വന്തം നഷ്ടങ്ങൾ കൂടി വരുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടല്ലോ നിനക്ക്. നിന്റെ സങ്കടങ്ങൾ ദേവി അറിയുന്നുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ നീയായിട്ട് തന്നെയാണ് ദേവിക്ക് അവസരം കൊടുക്കാത്തത്. രണ്ടുപേരും പോയി പ്രാർത്ഥിച്ചിട്ട് വരൂ. നിന്റെ പ്രാർത്ഥനയുടെ ഗുണം സന്ദീപിന്റെ അമ്മയ്ക്കുണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി നീ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോ അണിയറയിൽ നിനക്ക് യുദ്ധസന്നാഹം ഒരുക്കുകയാണ് മറ്റുള്ളവർ. ആ സത്യം നീ അറിയാതെ പോന്നല്ലോ ദേവുട്ടി. എന്താ എന്താ താൻ ആംഗ്യം കാണിക്കുന്നത്? നിങ്ങളുടെ യാത്രയൊക്കെ സുഖമായിരുന്നു എന്നാ ശ്രീകല ചോദിച്ചത്. ഓ അങ്ങനെ. ആ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് കാർ ഒന്ന് പണിമുടക്കി, എന്തോ ഒരു മിസ്സിംഗ് ഉള്ള പോലെ. പിന്നെ അതൊക്കെ ശരിയാക്കി വന്നപ്പോഴേക്കും ഒരു സമയമായി. ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ എത്തിയേനെ. എന്താ എന്താ നീ ആംഗ്യം കാണിക്കുന്നത്? ഇതിപ്പോ ശ്രീകലാമ്മ ആ ദേവൂട്ടിയേക്കാൾ വലിയ ഊമയായി പോയല്ലോ. ട്രാൻസ്ലേറ്റർ ഇല്ലാതെ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല, അല്ലേ ഡാഡി? എന്താ നിനക്ക് സങ്കടമായല്ലേ? ഇതുപോലെ എത്ര തവണയാ ആ ദേവൂട്ടിയെ കളിയാക്കിയിട്ടുള്ളത്. ഇപ്പോ നിനക്ക് അതേ അവസ്ഥ വന്നപ്പോ അതിന്റെ വിഷമം മനസ്സിലായോ? അമ്മേ, എന്താ ശ്രീകലയുടെ പ്രശ്നം? ഒന്നുമില്ല. ആ പെൺകുട്ടിയെ അവരുടെ വീട്ടുകാരെയും ശ്രീകല പോയി കണ്ടിരുന്നു. സന്ദീപുമായി ഒരു ബന്ധവും പാടില്ലെന്ന് അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ശ്രീകലയ്ക്ക് സംസാരശേഷി നഷ്ടമായത്.